ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എക്സൽ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് 11 ആണ്. വിൻഡോസ് 10ഉം വിൻഡോസ് 8ഉം കമ്പയർ ചെയ്യുമ്പോൾ വിൻഡോസ് 11 സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ടാസ്ക് ബാർ. ഇതിൽ സ്റ്റാർട്ട് ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് എക്സൽ എന്നുള്ളത് കാണാം. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പിൻഡായിട്ട് കാണിക്കുന്നത്. ഇനി എക്സൽ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എക്സൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ചിൽ പോയിട്ട് ജസ്റ്റ് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആപ്പ് കാണിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ എക്സൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഹോം ടാബിലാണ് ഇരിക്കുന്നത്, അതായത് ഹോം പേജിലാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ ഹോം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ഷീറ്റ് എടുക്കണമെന്നാണെങ്കിൽ, ബ്ലാങ്ക് ഷീറ്റ് എടുക്കണം എന്നാണെങ്കിൽ ന്യൂ എന്ന് കൊടുത്താൽ മതി. ഇനി അതല്ല, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ വർക്ക്ഷീറ്റ്സ് എടുക്കാനായിട്ട് ഓപ്പൺ എന്നുള്ളത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മോർ ടെംപ്ലേറ്റ്സിൽ കൊടുക്കുക. മോർ ടെംപ്ലേറ്റ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് യൂസിലായാലും പേഴ്സണൽ യൂസിലായാലും ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റ്സ് ആയാലും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് അറിയണം, നമ്മളൊരു ബിസിനസ് റൺ ചെയ്യാണ്, നമ്മളുടെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നത് അക്കാഡമിക് കലണ്ടറാണ്. നമ്മൾ സ്കൂളായാലും കോളേജായാലും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നമുക്ക് അക്കാഡമിക് കലണ്ടർ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ലീവ് വരുന്നത് എന്നുള്ളതാണ് നോക്കുക. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കലണ്ടറിൽ കാണിക്കുന്നത്, അക്കാഡമിക് കലണ്ടറിൽ കാണിക്കുന്ന ഡേറ്റ് എന്താണ്, 2021 ആണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ ആണ്. നമ്മൾ 2022 ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഡാറ്റാസ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ നമുക്ക് എങ്ങനെയാണ് ഡാറ്റ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കണം എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫയൽ എടുക്കുന്നു, നമ്മൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് കൊടുക്കുക. ബ്ലാങ്ക് വർക്ക് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ ബ്ലാങ്ക് ഷീറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ആദ്യം എന്ത് ചെയ്യുക, ഫയൽ എടുത്തതിന് ശേഷം ക്ലോസ് എന്നുള്ളത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്ലോസ് കൊടുക്കുക. ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു എക്സൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, താങ്ക്